ആളെ കറക്കണ കുപ്പി വെന്ത് നടന്നാലും കുപ്പി ആ വെന്ത് നടന്നാലും കുപ്പി ഏത് ബന്ധു കിടന്നാലും കുപ്പി എന്തിനും കുപ്പി എന്റെ ദൈവമേ എന്തൊക്കെ ടെക്നോളജി വളർന്നു. ഇതൊന്നും സ്പീഡ് വരാൻ ഒരു ടെക്നോളജിയും കണ്ടുപിടിച്ചില്ലല്ലോ. ഇത് തുള്ളി 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 തുള്ളിയാട്ടി എപ്പോ വരാനാ? വന്ന തലച്ചാരായ ഇച്ചിരി അടിച്ചു നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന്. എന്നെ വെല്ലുവിളിക്കാൻ നല്ല കിടക്ക സാധനം, വെല്ലുവിളിക്കാൻ പറ്റിയ സാധനം. ഇനി ഇതുകൊണ്ട് ഞാൻ ഇത്ര കാശുണ്ടാക്കും. എടാ വിശംബര, 6 മണിയാകുമ്പോ 6 കുപ്പി 6ന്റെ തീരത്ത് വരും. നീ നീന്തി വന്ന് വാങ്ങിച്ചോണ്ട് പോകണം കേട്ടോ. നല്ല കിടക്കൻ സാധനം. ഇവിടെ ആരും വരുത്തില്ലടാ. ഒറ്റ മനുഷ്യൻ വരാത്ത ഏരിയയിലാണ് ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, തന്നെ കളിയാ. ഓക്കെ. ഹലോ വൈദ്യരെ, എന്തോ പറഞ്ഞ മരുന്ന് കുറുന്തോട്ടിയല്ലേ? ഞാൻ പറിച്ചോണ്ട് വരാം. എന്തോ മരുന്ന് ചെയ്തിട്ടാലും കുഴപ്പമില്ല. എൻ്റെ മുട്ടിന്റെ വേദന മാറ്റിയാൽ മതി. കുറുന്തോട്ട് പറിക്കാനായിട്ട് കാട്ടി വന്നേക്കോ കേട്ടോ, ഞാൻ പറിച്ചോണ്ട് വരാം. അയ്യോ, എന്നെ പഠിപ്പിച്ച കർണാകരൻ സാർ, ഈ സാർ കണക്കിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ഉപദേശിക്കുകയും ചെയ്തെല്ലാം നശിപ്പിക്കും. പൊളിച്ചിരിക്കാം. ഇനി ഞാൻ ഈ കുറുന്തോട്ടി ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? ഇത് കണ്ടാൽ അറിയത്തുമില്ല. എന്തോ അയ്യാ, എന്തോ അതാ സിംഹമാ. അയ്യോ, സിംഹം ഗുജറാത്തിലല്ലേ ഉള്ളൂ, കേരളത്തിൽ എന്തോ വന്നതാ? ആടെ കുഞ്ഞമ്മയ്ക്ക് ഇച്ചിരി വെളിച്ചെണ്ണം വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. നന്നായിട്ട് കാര്യം പറയുന്ന സിംഹമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കണ്ടേക്കാം. എടാ, പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കടാ. എല്ലാവർക്കും ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ചുമ്മാ കാട് നശിപ്പിക്കാനായിട്ട് വന്നിരിക്കുക. സാറേ, ഞാൻ അതിനു വേണ്ടി ഇരുന്നതല്ല. എടാ, ഇങ്ങനെ ഇരുന്നാ അതേ കിട്ടത്തുള്ളൂ. സാർ, ഞാൻ മാഷിനെ കണ്ട് പേടിച്ചിട്ട് കയറി ഇരുന്നതാ. എന്നെ കണ്ടപ്പോ പേടിച്ച് ഒളിച്ചിരുന്നെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആളായിരിക്കണമല്ലോ. വെറുതെ ഞാൻ ക്യൂ ഇട്ട് കൊടുക്കുകയും ചെയ്തു, ഞങ്ങൾ എന്നെ പൊക്കുകയും ചെയ്യുമല്ലോ. കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ലല്ലോ. പിടിക്കുന്നില്ലെങ്കിൽ പിടിച്ചെടുത്ത് കള. അതല്ലെന്ന്, ഈ കാട്ടു നിൽക്കുന്ന ആരാ ഇത്? ഞാനാണ് തുളസി. ഇതാണോ കാട്ടു തുളസി? അതല്ല, ഞാൻ KK തുളസീധരൻ. KK തുളസീധരനോ? പണ്ട് 5ാം ക്ലാസ്സിലെങ്ങാണ്ട് സാറ് പഠിപ്പിച്ചാന്നൊക്കെ പറയുന്നത് കേൾക്കാൻ എന്റെ തലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഇങ്ങോട്ട് നോക്കിയാ നിന്റെ മുഖം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങോട്ടും തിരിഞ്ഞേ. മൂലക്കിരുന്ന് ഫിറ്റ് തുറക്കുന്ന KK തുളസീധരൻ. മനസ്സിലായി. എന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായില്ലല്ലോ. എപ്പോ നോക്കിയാൽ 24 മണിക്കൂറും ഇവിടുന്ന് ചൂരലെടുക്കാൻ നേരമില്ലായിരുന്നു ഈ പുള്ളിക്ക്. അതുകൊണ്ട് നല്ല പരിചയമാണ് എന്റെ ചന്തിയെ. എങ്ങനെ ചോറിലെടുക്കുമെടാ? പണ്ട് 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഞാൻ ഇവനോട് ചോദിച്ചു, സായിപ്പന്മാർ ഇന്ത്യ വിട്ടത് എന്നാന്ന്. അന്ന് സ്കൂള് വിട്ടതായി. ഇപ്പോഴും സായിപ്പന്മാർ വന്നു പോകുന്നുണ്ട് ഇന്ത്യയില്. പക്ഷെ ഇവൻ വന്നിട്ടില്ലേ സ്കൂളിൽ. ഞാൻ അതുകൊണ്ടൊന്നും അല്ല സ്കൂളിൽ വരാഞ്ഞത്. പിന്നെ ഇംഗ്ലീഷും മലയാളവും കൂട്ടിയിടിച്ച് മേജർ ആക്സിഡന്റ് ആയിട്ടാണ് ഞാൻ സ്കൂളിൽ വരാതിരുന്നത്. അതെങ്ങനെയാണ് ഇംഗ്ലീഷും മലയാളം കൂടെ ആക്സിഡന്റ് ഉണ്ടായത്? എനിക്ക് ആകെപ്പാടെ ഇംഗ്ലീഷിലും മലയാളത്തിന് ഒരു ബുക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് ഇംഗ്ലീഷും പുറയുന്ന മലയാളം എഴുതി നടുക്ക് വന്ന് രണ്ടും കൂടെ കൂട്ടിയിടിച്ച് ഏയുടെ കൈയും കാലും ഒടിഞ്ഞു, ആയുടെ തുമ്പ് കൈയും പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. അല്ലാതെ പഠിക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. ഓണപരീക്ഷയ്ക്ക് ഞങ്ങൾ ചോദിച്ചു, അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യം വീണത് എന്തെന്ന്. ഇവൻ എഴുതി വെച്ചേക്കോ ഞങ്ങളുടെ അച്ചാച്ചനെന്ന്. ഞങ്ങളുടെ അച്ചാച്ചനെ ഞങ്ങൾ അങ്ങനത്തെ തൈമാവേന്ന് ആദ്യം വീണ ഞങ്ങളുടെ അച്ചാച്ചൻ മരച്ചേ കയറുന്ന ആളാണ്. എന്റെ പൊന്നു കൂട്ടുകാരെ, ഇവന്റെ പരീക്ഷ പേപ്പർ കണ്ടാലുണ്ടല്ലോ, ഞാനിവിടെ കൊണ്ടുവന്നത് വായിക്കാം. നിങ്ങൾ എനിക്ക് ഗോൾഡൻ പഞ്ച് തരും. അമ്മാതിരി ടങ് സ്ലിപ്പ് ഉത്തരങ്ങളാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത്. നിന്റെ പരീക്ഷ പേപ്പർ നോക്കിയ 8 ടീച്ചർമാരെയാ പരീക്ഷാ ഭവൻ സസ്പെൻഡ് ചെയ്തത്. എന്തിന്? ജോലിക്കടാ ചിരിച്ചതിന്. നാണം കെട്ടോ നിന്ന് കിണിക്കുവാ. നാണം കെട്ടോ? എന്നെ നാണം കെടുത്തിയ സാറാന്ന്. ഞാൻ എന്തോ നാണം കെടുത്തിയാടാ നിന്നെ? 10,500 പിള്ളേരെ നിർത്തി അസംബ്ലിക്ക് ഒരു ഡെസ്കിന്റെ പുറത്ത് കയറ്റി എന്നെ മാപ്പും പോപ്പും ഇയാൾ അടിച്ചില്ലായിരുന്നു. അടാ, അടിച്ചതിന് കാരണമുണ്ട്. നീ എന്തുവാടാ സ്കൂളിലെ മൂത്രപ്പര കയറി എന്താ വൃത്തികളാണ് നീ കാണിച്ചത്? എല്ലാ കുട്ടികളും കാണിക്കുന്ന വൃത്തികേടാ ഞാൻ കാണിച്ചോളൂ. മൂത്രം ഒഴിച്ചു, അത്രേ ഉള്ളൂ. അതല്ല, സ്കൂളിന്റെ ഭിത്തിയിൽ നീ ഒരു ആണിന്റെ പെണ്ണിന്റെ പടം വരച്ചു. എന്നിട്ട് അതിന്റെ നടുക്ക് എഴുതി വെച്ചു, കരുണാകരൻ മാസ്റ്റർ വിത്ത് കല്യാണി ടീച്ചർ എന്ന്. അന്ന് നീ എഴുതിയതിന്റെ ശിക്ഷ ഇപ്പോഴും ഞാൻ അനുഭവിക്കുവാ. അതെന്താ? കല്യാണി ടീച്ചറെ എല്ലാരും കൂടെ എന്റെ തലയെ കെട്ടി വെച്ച് തന്നു. അപ്പൊ ഞാൻ ഭിത്തിയെ വരച്ചത് തന്റെ കല്യാണക്കുറിയുടെ ഡിസൈൻ ആയിരുന്നില്ലേ? മക്കളൊക്കെ എത്ര പേരുണ്ട്? ഓ, മക്കളൊന്നും ആയില്ലടാ. കല്യാണി ബയോളജി അല്ലേ, ഞാൻ കണക്കാ. എന്നാ പിന്നെ വല്ല വഴിപാടെങ്ങാനും ചെയ്തായിരുന്നെങ്കിൽ പിള്ളേരെ കിട്ടുമായിരുന്നല്ലോ. ചേട്ടാ, എത്ര നാൾ കൊണ്ട് ഈ നേർച്ച കാഴ്ചയൊക്കെ അർപ്പിച്ചു നടക്കുക? എല്ലാ അമ്പലത്തിലും പോയി പ്രാർത്ഥിക്കും. അവിടുന്ന് തിരുമേനി പ്രസാദം തരും. തുറന്നു നോക്കും, കുഞ്ഞുങ്ങളില്ല. പിന്നെ പൂവും ചന്ദനവും മാത്രമേ ഉള്ളൂ. പിള്ളേരെ പൊഞ്ഞു കിട്ടി. പക്ഷെ എനിക്ക് ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്റെ സ്വത്തുവകകൾ അനുഭവിക്കുവാൻ ഒരു അനന്തരാവകാശി ഇല്ലല്ലോ എന്നൊരു സങ്കടം മാത്രം. മാഷി വിഷമിക്കണ്ട, എന്നെ എനിക്ക് ദത്തെടുക്കല്ലോ. അതിന് ഭേദം എന്നെ അങ്ങ് തെക്കോട്ട് എടുക്കുന്നില്ല. അല്ലെ ആർക്ക് വേണേ ഇയാളുടെ സ്വത്ത്. ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്നറിയാം, നിന്റെ ഈ കാര്യം കേൾക്കാനല്ല വന്നത്. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി കാട്ടിലോട്ട് വന്നത്. എന്തിന്? എടാ, എന്റെ മുട്ടിനെ ഭയങ്കര വേദന. ഈ നടക്കുമ്പോഴേ ഇതിനകത്തിരുന്ന് ആരാണ്ട് മുറുക്കു തിന്നുന്ന സൗണ്ട്. ആ മുട്ടൊന്ന് കാണിച്ചേ. ഇത് മുട്ട ആനയുടെ മസ്തകമാണോ? ഈ സംഭവം അറിയോ? സാറിന്
സാറിന്റെ മുട്ടിന് ലജ്ജയില്ല അതാ. എന്റെ മുട്ടിന്റെ നഗ്ന വീഡിയോ വല്ലതും കണ്ടോന്നു? അത് ലജ്ജ എന്ന് പറഞ്ഞാൽ എല്ലിനകത്തിരിക്കുന്ന സാധനം കുറവാ അതാ.